പ്രയാഗ്രാജിലെ കുംഭമേളയോട് അനുബന്ധിച്ച് അയോധ്യയിലും തിരക്ക് വർദ്ധിച്ചതിന് തൊട്ടുപിന്നാലെ ഭക്തരോട് മുന്നറിയിപ്പും അഭ്യർത്ഥനയുമായി രാമമന്ദിർ ട്രസ്റ്റ് രംഗത്തെത്തിയിരിക്കുന്നു. രാമമന്ദിർ ട്രസ്റ്റ് പറയുന്നത് കഴിഞ്ഞ 3 ദിവസമായി അഭൂതപൂർവമായ തിരക്കാണ് ഈ അയോധ്യയിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ദിവസം തന്നെ ദർശനം നടത്തുക അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർ ഫെബ്രുവരിയിലേക്ക് തങ്ങളുടെ ദർശനം മാറ്റിവെക്കണം എന്നാണ് ഭക്തരോട് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള കിലോമീറ്ററുകളോളം നീളുന്ന വലിയ ക്യൂ തന്നെയാണ് അയോധ്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഉത്തർപ്രദേശിലടക്കമുള്ള ഭക്തർ അവരുടെ ദർശനം ഫെബ്രുവരിയിലേക്ക് മാറ്റി വെക്കണം. കാരണം ഇപ്പോൾ അയോധ്യയിൽ എത്തിയിരിക്കുന്ന ജനസഞ്ചയം ഇല്ലേ ഭക്തർ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയവരാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സൗകര്യത്തിന് ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത 20 ദിവസം ഒരു ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾ പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ ജനത്തിരക്കാണ്. 5 കോടി പേരെയാണ് ഈ ദിവസങ്ങളിൽ പ്രയാഗ്രാജിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 10 കോടിയിലധികം പേരാണ് വന്നത്. ഇവിടെ എത്തുന്ന ഭക്തരിൽ ഏറിയ ഭാഗവും അയോധ്യയും സന്ദർശിക്കാറുണ്ട്. അയോധ്യയിൽ എത്തുന്ന ഭക്തരെ കൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസമായി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അയോധ്യയുടെ തെരുവോരങ്ങൾ. ഏതായാലും അവിടെ ഇപ്പോൾ രാമമന്ദിർ ട്രസ്റ്റ് ഭക്തരോട് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമാണ്. സമീപ പ്രദേശങ്ങളുള്ള ഇല്ലെങ്കിൽ അവിടെ പിന്നീട് സൗകര്യപൂർവ്വം എത്താൻ കഴിയുന്ന പ്രദേശങ്ങളുള്ളവർ അവരുടെ ദർശനം മാറ്റിവെക്കണം. കാരണം ഒരു ദിവസം തന്നെ എല്ലാവർക്കും ദർശനം നടത്തി മടങ്ങാൻ കഴിയില്ല. ഇന്നാണ് മൗനി അമാവാസിക്കുള്ള പ്രധാന സ്നാനം നടക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോൾ അയോധ്യയിലും അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.